ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ ഉദയംപേരൂർ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഓർത്തെന്താ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛനമ്മ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ നേരെ വിടുന്നത് നമ്മുടെ നടക്കാവ് ലളിതം ഹോട്ടലിലേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ലളിതമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ ഇതാ ലളിതത്തിയിട്ട് വിടുക കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷനായി. നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ ചോദിച്ചപ്പോഴേക്കും ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഞാൻ മന്തി പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ മന്തി പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഫ്രൈഡ് റൈസ് ആക്കാം, എല്ലാവർക്കും ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ച് എന്താ പറയുക, നല്ല അധികം ഫുഡ് കിട്ടും കേട്ടോ. നല്ല ചൂടായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ. നമുക്കിപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ഫ്രൈഡ് റൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം വെയിറ്റ് ചെയ്താലും നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. നമുക്കത് നോക്കിയാൽ മതിയല്ലോ. അപ്പം ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ചേട്ടനോടെ പോസ്റ്റായിരുന്നു, ഞാനും കട്ട പോസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനുസ് വേൾഡ്.